എൻ്റെ ഹസ്ബൻഡിനൊരു അസുഖം വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. മരിച്ചു പോകും എന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞതാണ്. ശരീരം മൊത്തമേ പഴുത്തു പോയി, മസിലുകളെല്ലാം പഴുത്തു. നമുക്ക് ശരീരത്തെ തൊടാൻ പറ്റത്തില്ലായിരുന്നു. മുടിയും നഖവും അല്ലാതെ ആ ശരീരത്തിൽ വേറൊന്നും ഇല്ലാത്ത രീതിയിൽ പഴുത്തു. 29 ദിവസമായിട്ടും പുള്ളി കണ്ണ് തുറക്കത്തില്ല, ആരോടും മിണ്ടത്തില്ല, ഒന്നുമില്ലായിരുന്നു. ഒരു ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ല, മരുന്ന് മാത്രം. അത് സെൻട്രൽ ലൈൻ എന്ന് പറയുന്ന ഒരു ഇത് ഇവിടെയാണ് കുത്തിയേക്കുന്നത്, ശരീരത്തിൽ കുത്തത്തില്ല എന്നിട്ട് അതുവഴിയാണ് മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പുള്ളി മരിക്കുമെന്ന ഒരു വിശ്വാസം ആയതുകൊണ്ട് ഡോക്ടർമാർ എന്നെ ICU കയറ്റുമായിരുന്നു കാണാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഈ വചനം കൊണ്ടുപോയി പുള്ളി കിടക്കുന്ന ബെഡിനടി വെക്കണം, എന്നിട്ട് നീ പ്രാർത്ഥിക്കണം, ഒരു കുഴപ്പവും വരത്തില്ലെന്ന്. 6 മണിയായപ്പം കണ്ണ് തുറന്നിട്ട് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞു, അവളെയും മക്കളെയും കാണണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഡോക്ടർ എന്തോ ആകട്ടെ എന്ന് പറഞ്ഞ് വെളിയിലിറക്കി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. മിടുക്കനായിട്ടിരുന്ന് ഞങ്ങൾ 2 പേരൂടെ ജോലി ചെയ്യുന്നു. കർത്താവിനോട് ഞാൻ നേരിട്ട് പറഞ്ഞു, കർത്താവേ, എനിക്ക് വിശ്വസിക്കാനും എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ചാനൽ എനിക്ക് കാണിച്ചു തരണം. ഞാൻ ഈ ചാനൽ മാറ്റി നോക്കുവാന്ന്. അങ്ങനെ മാറ്റി നോക്കുമ്പോഴാണ് നമ്മുടെ ജീസസ് വേൾഡ് എന്നുള്ള ഇത് ഹാർവസ്റ്റ് ചാനൽ കണ്ടത്. ജോൺ ബ്രദർ ഞങ്ങളോട് ദൂത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നടന്നിട്ടുമുണ്ട്. ബ്രദറിലൂടെ കർത്താവ് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുക. പിന്നീട് ഭയപ്പെടുകയോ ആവലപ്പെടുകയോ ചെയ്യരുത്.